ഗൈസ് ഐ ആം പിന്നെ ബാക്ക് ചന്ദനമഴ പാർട്ട് 5. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ ഓണാശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അൽഫാം മന്തി ഐലൈനർ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ലിങ്ക് എടുത്ത് നമ്മുടെ ഈ സൈറ്റിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ലോഡ് ആവട്ടെ. ഈ ലോഡ് ചെയ്യുന്ന ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്യും കേട്ടോ, കാരണം കുറെ ഉണ്ട്. അപ്പോൾ 2613 കമന്റ്സ് ആണ് നമ്മുടെ എപ്പിസോഡ് 4 വന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാം. ഫസ്റ്റ് വിന്നർ മീന കേസി, പാർട്ട് 5 പോരട്ടെ എന്ന് കമന്റ് ഇട്ട മീന കേസി ആണ് ആദ്യത്തെ വിന്നർ. രണ്ടാമത്തെ വിന്നർ അക്കൂസ്, എനിക്ക് കിട്ടുവോ അൽഫാം മന്തി, പക്ഷേ എനിക്ക് ഐലൈനർ വേണ്ട. മൂന്നാമത്തെ വിന്നർ ഷാലു പ്രസാദ്. നാലാമത്തെ വിന്നർ അഞ്ജലി മനോജ്. അങ്ങനെ 4 വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വിന്നേഴ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സ്ആപ്പ് ചെയ്യുക. അപ്പൊ ഇതിലൊന്നും കിട്ടാത്തവരെ വിഷമിക്കേണ്ട. ഈ വീഡിയോയിൽ കമന്റ് ഇടുന്നവരിൽ നിന്നും 4 പേർക്ക് നമ്മൾ അൽഫാം മന്തിയോ ഷവർമയോ ചിക്കൻ ബിരിയാണിയോ ഐലൈനറോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു തരുന്നതായിരിക്കും, നിങ്ങൾ പറയുന്ന സാധനം. ഓക്കെ, അപ്പോൾ സംസാരിച്ചധികം സമയം കളയാനില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യടാ പ്ലീസ്. ചെയ്യോ നീ. അപ്പൊ സംസാരിച്ച സമയം കളയാനില്ല, നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. കുടുംബത്തിൽ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത്? എന്താണ് പൂജ, പാചകം, പാചകം, പൂജ. എന്റെ മരുമകൾ എന്ന് പറഞ്ഞ് ഊർമിള ദേവിയുടെ ഇമ്പോസിഷൻ എടുത്തു. വർഷയ്ക്ക് കാര്യം മനസ്സിലായി. സ്വന്തം ജീവൻ പടയം വെച്ചല്ലേ അവൾ പാമ്പിനെ എടുത്തത്. അത് കഴിഞ്ഞ് അമൃതയെ പുകഴ്ത്തുന്ന മുത്തശ്ശീനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അടുക്കളയിൽ നിൽക്കുന്ന അമൃത എന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. ഒരു എൻട്രി കൊടുക്ക. നിനക്ക് ഇത്രയും ധൈര്യം ഉണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഞാനും അർജുൻ എന്നും നിന്നോട് കടപ്പെട്ടിരിക്കും. കടപ്പെട്ടത് തന്നെ. അവന്റെ ജീവനാ നീ രക്ഷപ്പെടുത്തിയത്. എന്നാ നമുക്കൊരു കാര്യം ചെയ്താലോ, അമൃതയ്ക്ക് പ്രസിഡന്റിന്റെ എന്നുള്ള പതക്കം വാങ്ങിച്ചു കൊടുക്കാം. ധീരതയ്ക്കുള്ളത് മതിയാ. നീ ഈ വീടിന്റെ ഭദ്രദീപമാണ്. എന്നൊരു കാര്യം ചെയ്യ്, തിരിയിട്ടിട്ട് ആ ഉമ്മറത്ത് കത്തിച്ചേക്കി. ഇവൾ എന്റെ മരുമകള്, എന്റെ ധൈര്യമാ ഇവൾക്ക് കിട്ടിയത്. ഈശ്വര, എന്തൊക്കെ കാണണം കേൾക്കണം. ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടിട്ട് ഓരോരുത്തർ വരണണ്ട. ഇപ്പൊ മനസ്സിലായില്ലേ ഞാനെടുത്ത തീരുമാനം തെറ്റിയിട്ടില്ലാന്ന്. ഇപ്പൊ 1 വീതം 3 നേരം എല്ലാവരും അമൃതനെ പുകഴ്ത്തും. നാളത്തെ എപ്പിസോഡിലോ എടുത്തെറിയും. ഞാൻ നാഗരാജാവിനെ മനസ്സിൽ ധ്യാനിച്ചു. എന്നെ ഒരിക്കലും വിധവയാക്കലേന്ന് അപേക്ഷിച്ചു. ആ നാഗരാജാവ് തിരിച്ചു കൊത്തിയിരുന്നെങ്കിലല്ല അർജുൻ ഇപ്പൊ വിധവനായേനെ. ഇവിടെ തന്നെ അർജുന്റെ കഴിവ് അഭിഷേകിനുണ്ടോ? അർജുന് കഴിവാ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകിനാണ് ഈ കാര്യങ്ങളിൽ കഴിവുള്ളത്. ഈ വർഷത്തെ ധീരതയ്ക്കുള്ള പ്രസിഡന്റിന്റെ അവാർഡ് അമൃതയ്ക്കായിരിക്കും. മുത്തശ്ശി, നിങ്ങൾ സീരിയസ് ആയിട്ടാണ് പറയണേ? അമൃത പ്രസിഡന്റിന്റെ അവാർഡ് വാങ്ങിക്കുന്ന ചടങ്ങിന്റെ ഒരു പാസ് വർഷയ്ക്ക് കൊടുക്കണം. എടാ, ഇവര് ശരിക്കും സീരിയസ് ആണ്. പാമ്പിന്റെ ജീവൻ രക്ഷിച്ച അമൃതേനോട് അർജുന് റൊമാൻസ്, ഇഷ്ക്, പ്രേമ, കാതൽ. അമൃത, എന്തോ? താങ്ക്സ് അമൃത. സ്നേഹം. ഞാനിന്ന് നിന്റെ മുന്നിൽ നിൽക്കുന്നത് നീ ഉള്ളതുകൊണ്ട് മാത്രമാ. നിന്നെ തിരിച്ചറിയാൻ ഞാൻ വൈകി. തിരിച്ചറിഞ്ഞില്ലേ? എന്നാ തിരിച്ചു നിർത്തി ഒരു തിരിച്ചറിയൽ പരീക്ഷ എടുത്തിരുന്നില്ലേ? നിന്നെ ഞാൻ എന്നും വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇത് സ്വപ്നാണോ അതോ സത്യമാണോ? വേദനിപ്പിച്ചോളൂ, ക്രൂരാവരുത്. വളരെ വൈകിയാണെങ്കിലും ഞാൻ ആ സത്യം മനസ്സിലാക്കി. അമൃത കലിപ്പന്റെ കാന്താരിയാണ്. കോളേജിൽ പഠിക്കുമ്പോ നാടകത്തിലേക്ക് അഭിനയിച്ചിട്ടുണ്ടോ? ഒരെണ്ണത്തിൽ ഞാൻ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. ആ ബെസ്റ്റ് ആക്ടർ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ, ഞാൻ കൊടുക്കാം ബെസ്റ്റ് ആക്ടർ. ഇപ്പൊ ഈ കാണിക്കുന്ന പ്രേമനാടകം ഉണ്ടല്ലോ, അത് അഭിനയോ? ശരി, ഇവൻ നന്നാവില്ല കള്ളപ്പന്നി. നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി വലിച്ചു പൊട്ടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള ബന്ധം. അതെങ്ങനെയാ? പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലേ? താലി പൊട്ടിച്ച ബന്ധം മാറില്ല, അവിടെ ക്യാൻസൽ ചെയ്യണം. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. എന്നൊന്ന് കാണിച്ചതാ. അമൃതയുടെ കണ്ണിൽ തീക്ഷ്ണത വന്നു, തീക്ഷ്ണത. അർജുൻ പേടിച്ചു. എന്തിയെ അർജുനെ പൊട്ടിക്കണില്ലേ നീ? എന്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലാവുന്നില്ലേ? മനസ്സിലായി. ഇത്ര നാള് പ്രേമിച്ചിട്ടും സ്വന്തം കാമുകന്റെ ശബ്ദം തിരിച്ചറിയാത്ത അഞ്ജലി ഒരു കില്ലാടി തന്നെ. ഏട്ടത്തി വരച്ച ആ ചിത്രം ഒരു USA-കാരന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആരാണവൻ? 5 ലക്ഷം രൂപയ്ക്കാണ് അത് വാങ്ങിയിരിക്കുന്നത്. 5 ലക്ഷം. നമസ്കാരം. അങ്ങനെ മോദിജിയുടെ അനിയൻ 5 ലക്ഷത്തിന്റെ ചെക്കും കൊണ്ട് അമൃതേനെ കാണാൻ വരും. ഡോക്ടർ രവീന്ദ്ര വർമ്മ. രാജാ രവിവർമ്മയുടെ അല്ലേ? അമ്മയാ എന്നെ വരയ്ക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. അതെ, അമ്മ ഇടയ്ക്കിടയ്ക്ക് ചീത്ത പറയും. അപ്പൊ ഞാൻ കരഞ്ഞുകൊണ്ട് പോയി വരയ്ക്കണതാണ് ഈ പടങ്ങൾ മൊത്തം. ആ പ്രോത്സാഹനം ഇനിയും തുടരണം. തീർച്ചയായിട്ടും. ഉമർലദേവി, ആ കാര്യം ഞാൻ ഏറ്റു പറഞ്ഞ സാറേ. ചെക്ക് കൊടുക്ക്. അമൃത ചെക്ക എന്തിന്? അമൃത വരച്ച ആ ചിത്രം 5 ലക്ഷത്തിന് വിറ്റു. അമൃത വിലക്ക് ആരോട് തോന്നിട്ടാണോ താനത് വിറ്റേ? വർമ്മ സാറ്, അയ്യോ ഞാൻ വിറ്റ് പൈസ വാങ്ങിച്ചു എന്ത് ചെയ്യും? ഇല്ല, ഞാൻ ആ ചിത്രം വിൽക്കില്ല. അയ്യോ 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 അയ്യോ.
എനിക്ക് വേണ്ട. മോദിജിയുടെ നിയം ബി ലൈക്ക് ആ അമേരിക്കക്കാരനെ പറ്റിച്ച് ഈ ചിത്രം അയാളുടെ തലയ്ക്ക് 5 ലക്ഷം രൂപയ്ക്ക് കെട്ടിവെച്ചതും പോരാ, ഇവക്ക് ഇപ്പൊ വേണ്ടെന്നാ. എന്റെ ഈ അമ്മയെ നോക്കി എന്റെ ഭാവനയിൽ വരച്ചതാ. കറക്റ്റ് ഫേസാ. എന്റെ അമ്മ എനിക്ക് വിൽക്കാൻ കഴിയോ? അയ്യോ, അമ്മേനെ ആണിയടിച്ച് ഭിത്തിയിൽ തൂക്കിയിടാം, വിൽക്കാൻ പറ്റൂല. കൊണ്ടുപോകുന്ന ആളിന് വേണമെങ്കിൽ ആ ചിത്രം വലിച്ചെറിയാം, തറയിലിട്ട് ചവിട്ടാം, അതിനുമേൽ ചവർ കോരിയിടാം. പിന്നെ 5 ലക്ഷം കൊടുത്തത് വാങ്ങിച്ചവന് തലയ്ക്ക് ഓളം ഉള്ളത് നിലത്തിട്ട് ചവിട്ടി കൂട്ടാൻ. ഇതൊന്നും എനിക്ക് സഹിക്കാൻ കഴിയില്ല അമ്മ. എന്റെ അമ്മയുടെ വില ആരാ തീരുമാനിക്കുന്നത്? പൊന്നു മോളെ നീ വിൽക്കണ്ട. 5 ലക്ഷം രൂപയുള്ളോ എന്റെ അമ്മയ്ക്ക്? 5 ലക്ഷം ഈ നെക്ലസിനുണ്ട് നിർമ്മല ദേവി. ഇനി അമ്മ പറഞ്ഞോളൂ, ഞാൻ ആ പണം വാങ്ങണോ? എന്റെ പൊന്നു ഈശ്വര, ചിത്രം വാങ്ങിച്ച ആളെ ഒന്ന് കൊണ്ടൊന്ന് കാണിച്ചു തരോ? 1 ലക്ഷം വെച്ച് ഞാൻ 5 എണ്ണം വരച്ചു കൊടുക്കാം. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. ശരി. അങ്ങനെ ചിത്രം നിൽക്കാണ്ട് രവിവർമ്മ തിരിച്ചു പോകും. അവളെ ഞാൻ വലിയൊരു ചിത്രകാരിയാക്കും. ആ അമൃതേനെ നമുക്ക് ഡാവിഞ്ചി ആക്കണം. എന്നിട്ട് അവരോട് ഞാൻ വിളിച്ചു പറയും, എന്തോ ഒരു കുറവുണ്ടല്ല. ഇവള് എന്റെ മരുമകളാണെന്ന്. ഇപ്പൊ സെറ്റ്. 5 മിനിറ്റ് കഴിയുമ്പോ അമൃതരുന്ന ക്യൂടെക്സ് ഇടും. നെയിൽ പോളിഷുകളുടെ കമനീയ ശേഖരം. വർഷ, നിനക്ക് പടം വിൽക്കാൻ പറ്റില്ലല്ലേ? നിനക്ക് ഞാൻ ഇപ്പൊ തന്നെ ഒരു പണി തരാടി മോളെ. ഓ അർജുന്റെ ലാപ്ടോപ്പ് ഹാർഡ് ഡിസ്ക്. യെസ്, ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നാൾ കാത്തിരുന്നത്. വർഷം എന്ത് ചെയ്യും? ആ നെയിൽ പോളിഷിൽ നിന്ന് ആരും ഇടാത്ത ഒരു ചാത്തൻ കളർ, അത് പച്ച, നോക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഹാർഡ് ഡിസ്കിലേക്ക് ഒഴിക്കും. കുത്തിവെച്ചിരിക്കുന്നതാണ് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. ഇതാണ് കമ്പ്യൂട്ടറിന്റെ തലച്ചോറ്. യോ, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കാ കമ്പ്യൂട്ടറിന്റെ തലച്ചോറാ? അപ്പൊ CPU അല്ലേ? ഇതിൽ മുഴുവൻ ക്യൂടെക്സ് വീണിരിക്കുന്നല്ലോ. അയ്യോ, അമൃത, അയ്യോ ഇതെങ്ങനെ? ഇത് കഴുകാമോ? അതിനെന്താ? ആ കഴുകി ഉപയോഗിക്കാം, സോപ്പിട്ട് കഴുകണേ. അർജുൻ വരുന്നതിന് മുൻപ് ഇത് പഴയതുപോലെ ആക്കി വെക്കണം. ഇതെങ്ങാനും എന്റെ അർജുൻ മോൻ അറിഞ്ഞിട്ടില്ല, നീ തീർന്നു. നെയിൽ പോളിഷ് ഇടാൻ അറിയാം, മാറ്റി മാറ്റി പല കളറില്. ഈ നെയിൽ പോളിഷ് റിമൂവർ എന്ന് പറഞ്ഞൊരു സാധനത്തിനെ പറ്റി കേട്ടിട്ടില്ലേ? ആ സമയത്ത് നമ്മുടെ സിസിലി ചേച്ചി വിളക്ക് കഴുകാൻ വേണ്ടിട്ട് വരും. അമൃത അടുക്കളയില്, സിസിലി പുറത്ത്. ചേച്ചി ഇത് പോകുന്നില്ല. വിം എടുത്ത് കഴുക. ഓ, വിളക്കാരുടെ ബിമ്മിട്ട് കഴുകണേ, അതിന് പുളിയൊക്കെ തേച്ചിട്ടല്ലേ കഴുകാറ്? ചേച്ചി ഇത് പോയിന്നാ തോന്നുന്നേ. പോയി പോയി, നിന്റെ ബോധം ഒന്ന് പോവും അർജുന്റെ നടിയിട്ടുമ്പോ. പുറത്ത് കൊണ്ടുപോയി ഉണക്കാൻ വെക്കും. ശരി. ഇത്രയും ബുദ്ധിയുള്ള കൊച്ച, പാമ്പിനെ പിടിക്കാനും പാമ്പിന്റെ മാളത്തിൽ ഇതൊഴിക്കാൻ അതൊക്കെ അറിയാം, ഹാർഡ് ഡിസ്ക് അറിയൂല. ഹാർഡ് ഡിസ്ക് ഇതിൽ കുത്തിയിരുന്നാണല്ലോ. കുറച്ച് കഴിയുമ്പോ അർജുൻ വന്നിട്ട് ഹാർഡ് ഡിസ്ക് എവിടെ? ഏതാണ്ട് ഒരു 1 crore. അത് മാത്രമല്ല, എന്റെ 2 വർഷത്തെ അധ്വാനവും. അർജുൻ ബി ലൈക്ക് 1 കോടി, എന്റെ 2 വർഷത്തെ അധ്വാനം അതിലാ. കമ്പനിയുടെ 2 മേജർ പ്രോജക്ടിന്റെ ഫയൽസ് അതിനുള്ളിലാ. അതിന് വേറെ കോപ്പി ഒന്നുമില്ലേ? എടുത്തു വെച്ചിട്ടില്ല. 2 കൊല്ലമായിട്ട് ചെയ്യുന്ന ഒരു സാധനം കോപ്പി ചെയ്യാണ്ട് വെച്ച് ഇവൻ പൊട്ടനല്ലേ? അമൃത എടുത്തോണ്ട് പോകുന്ന ഞാൻ കണ്ടു. അമൃത എടുത്തോ? അതെന്താണെന്ന് പോലെ അവൾക്ക് അറിയില്ല. അർജുൻ അവളെടുത്തോണ്ട് പോയോ? അയ്യോ, എന്റെ ഹാർഡ് ഡിസ്ക് പോയി കഴിഞ്ഞാൽ അതിനെ പറ്റി ആലോചിക്കണ്ട. ആ ഹാർഡ് ഡിസ്കോടെ ഉണക്കാൻ വെച്ചിരിക്ക. ആ ഹാർഡ് ഡിസ്ക് കണ്ടപ്പോ അർജുനിട്ട എക്സ്പ്രഷൻ ആണ് ഈ സിറ്റുവേഷന് കറക്റ്റ് എക്സ്പ്രഷൻ. എന്തായാലും നല്ല വൃത്തിയില് മറ്റേ ക്ലിപ്പൊക്കെ ഇട്ട് തൂക്കി ഇട്ടിട്ടുണ്ട്. അമൃതയ്ക്ക് എന്താ അഭിമാനം. ഞാൻ കഴിക്കാൻ വെച്ചിട്ടായി അമ്മേ 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 ഉമ്മർല. ഇന്ന് ഇവിടെ എന്ത് പ്രശ്നമാണോ ഉണ്ടാക്കിയത് നോക്കാം. 2 വർഷത്തെ അധ്വാനം അത് എല്ലാം നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴാണോടാ നീ തോം തോം തന്നെ പറഞ്ഞ് പാട്ടിരുന്നേ? ഞാനിനി എന്താ ചെയ്യണ്ടേ? അർജുനെ നിനക്കൊന്ന് ഉറക്കെ കരഞ്ഞുകൂടണ്ടാ? 1 കോടിയോളം രൂപയുടെ പ്രോജക്റ്റ് എനിക്ക് നഷ്ടമായത്. പ്രഥമയിലേക്ക് ഏട്ടായി നിക്ക്, ഞാനൊരു 20 പടം വരച്ചു തരാം. അപ്പോ 20 × 5 1 കോടി, കറക്റ്റ് അല്ലേ? ഇനി ഈ ബന്ധം തുടരണോ? ഞാനതിന് തയ്യാറല്ല. എടാ നീ അതിനെപ്പോഴാണ് ഈ ബന്ധം തുടങ്ങിയത്? ഇല്ലാന്ന് പറയാൻ. ഇവിടെ അമ്മയ്ക്ക് ആവശ്യമുണ്ടോ? എനിക്ക് വേണ്ട, ഞാൻ പോവാ. അങ്ങനെ നമ്മുടെ അർജുൻ മോൻ വീട് വിട്ടു പോകാൻ തീരുമാനിക്കും. ഏട്ടാ റിലാക്സ് റിലാക്സ് ഏട്ടാ. വെറുതെ നിക്കണ എന്നെ വിളിച്ചിട്ട് റിലാക്സ് ചെയ്യാനാ? ഏട്ടാ നിക്കേ, ഞാനാ പറയുന്നേ. ഇത് നീ ആരാടാ പറയാൻ? 1 കോടി രൂപയാ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നത്. ഏട്ടത്തി ആകെ പഠിച്ചത് 10ാം തരം വരെ. അവര് ഹാർഡ് ഡിസ്ക് എന്ന് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. 10ാം ക്ലാസ്സിൽ IT ഉണ്ടല്ലോ, അതിന് പഠിപ്പിക്കൂല ഹാർഡ് ഡിസ്കിനെ പറ്റി. എന്റെ ഭാര്യ ആയിരിക്കാൻ എന്ത് യോഗ്യതയാണ് അവൾക്ക്? ഒരു യോഗ്യത നീ പറ. പറയടാ, കാര്യം പറ. ഏട്ടത്തി നല്ലൊരു ഭാര്യയല്ലേ? ആ സൂപ്പർ.
കഞ്ഞിയും കറിയും വെച്ച് വിളമ്പുന്നതാണോ ഒരു നല്ല ഭാര്യയുടെ ലക്ഷണം? അർജുനെ എന്താ നീ ഇപ്പൊ പറഞ്ഞേ? കഞ്ഞിയും കറിയും വെച്ച് വിളമ്പുന്നതാണോ ഒരു നല്ല ഭാര്യയുടെ ലക്ഷണം? ഇത്രയും പ്രോഗ്രസീവ് മൈൻഡുള്ള അർജുനെയാണോ നമ്മൾ ടോക്സിക് എന്ന് വിളിച്ചത്? അവളുമായിട്ടുള്ള ബന്ധം വേർപെടുത്തണം. അതിനുശേഷം മാത്രമേ ഞാൻ ഈ വീട്ടിലേക്ക് വരൂ. വേമ്പക്കോ വീട്ടിലേക്ക് ഇനി വരണ്ടേ? ഇനി ആക്ടിങ് ആണല്ലോ നിന്റെ. ഊർമിളെ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. മധുമതി ലൈക്ക് ഉള്ളിൽ ചിരിയാണ്. എന്താ ഉമ്മറ എന്റെ മരുമകൾ എന്ന് പറയല്ല നീ ഇപ്പൊ. അടിവാതിലും തുടർന്ന് വന്നേക്ക് അക്കട്ടവാവല്. ആ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും. വർഷേച്ചിയാ പറഞ്ഞത് കഴുകി ഉണക്കാൻ. അമൃത ആദ്യമായിട്ട് വാ തുറന്നു. ഇന്ന് കാക്കമലെന്ന് പറക്കൂ. ഇല്ല, അമൃത കള്ളം പറയില്ല. വർഷ തള്ളേ അപ്പൊ ഞാൻ കള്ളം പറയുന്നില്ലേ? ഞാൻ വിം വിട്ട് കഴുകാൻ പറഞ്ഞത് സത്യമാ, പക്ഷെ അത് നിന്നോടല്ല സിസിലിയോടാ പറഞ്ഞത്. അപ്പൊ വർഷ പറയും ഞാൻ സിസിലിനോടെ പറഞ്ഞെന്ന്. ജീവിതത്തിൽ ആദ്യമായി അർജുൻ എന്നെ ആക്ഷേപിച്ചിരിക്കുന്നു. ആണാ? ഇനി ശീലായിക്കോളും. നീയാ ഇതിനൊക്കെ കാരണം. അമൃത മുത്തശ്ശി യൂട്യൂബ് നീ ഉണ്ടായിരുന്നുള്ളൂട്ടാ. നിങ്ങൾ മാത്രം ഉണ്ടായിരുന്നുട്ടാ. എന്നെ ഇപ്പൊ തള്ളി പറയല്ലേ? ഇനിയും എന്നെ വേദനിപ്പിച്ച വേണ്ടി വന്നാ നിന്റെ കാരണം. വേണ്ട ചേച്ചി. വർഷാബിയിലേക്ക് പോകുന്നത് നല്ലത്. ഇവള് കലിതുള്ളി നിൽക്ക. പോവാം. ഏട്ടാ അർജുനെ ആശ്വസിപ്പിക്കാമെന്ന അഭിഷേകിനെ അർജുൻ ഗെറ്റ് ഔട്ട് അടിക്കും. നിന്റെ അമ്മയോട് നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നീ വരണം. രാത്രിയാകുമ്പോ ഉമ്മറ് വിളിച്ചിട്ട് പറയും മോനെ വീട്ടിക്ക് വാടാ. കേട്ട മതി കേൾക്കാത്ത മതി അർജുൻ വീട്ടിക്ക് വരും. വരാമേ. എന്താടാ നീ രാവിലെ ഒരു ഡിസിഷൻ എടുത്തല്ലോ. ഞാൻ ഇവിടെ നിൽക്കില്ലാന്ന്. നീ വീട് വിട്ടു പോയ വിഷയത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഉമ്രല ദേവിക്ക് എന്തോ ഡിസിഷൻ എടുക്കാണ്ടെന്ന് നമുക്ക് കേട്ടു നോക്കാം. അമൃത, അമൃത വേഗമായോ? ഇതെന്തുവാണോ ഇനിയും കല്യാണം കഴിപ്പിക്കാൻ പോവാണോ? ഇത്രയും വലിയ വീട്ടിലേക്ക് എന്നെ അമ്മ കൂട്ടിക്കൊണ്ട് വന്നു. അറിയാതെ പറ അങ്ങോട്ട്. അരമണിക്കൂർ കരഞ്ഞതിന് ശേഷം അമൃത പറയും എനിക്ക് ഈ വീട്ടിലെ മരുമകളാവാൻ യോഗ്യതയില്ലെന്നും എനിക്ക് ബോധ്യമായി. അതിന് ഈ സ്വർണ്ണം ഇട്ടുകൊണ്ട് വന്നതെന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങക്ക് മനസ്സിലായ? ഇത് ഏട്ടന്റെ മാത്രം അഭിപ്രായമല്ല, എന്റെ കൂടിയാ. എല്ലാവരും ഉമ്രുവിനെ കുറ്റം പറയും. എന്തിന്? കവി പോലും. ഉമ്രു കരയും. അരുത്, എന്റെ ഉമ്രു കരയരുത്. അമൃതയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ അർജുനെ പഠിപ്പിക്കേ. അർജുൻ ബി ലൈക്ക് കള്ളച്ച. അവള് പോവാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ പോണ്ടാന്നാ. ഞാൻ മനസ്സമാനത്തിൽ ജീവിക്കുന്ന ഇഷ്ടമല്ലല്ലേ? അഞ്ജലിയുടെ വിവാഹം കഴിയുന്നത് വരെ അമൃത ഇവിടെ നിന്നോട്ടെ. ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജലിയുടെ കല്യാണം തീരുന്നത് വരെ അമൃതയ്ക്ക് ഇവിടെ നിൽക്കാം. ഉമ്രു അമൃതയുടെ സ്നേഹമാണ് ഈ സീരിയലിന്റെ നട്ടെല്ല്. ടിഫിനൊക്കെ റെഡിയാ. അർജുനുള്ള ആഹാരം ആർക്കും വേണ്ടി പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിറ്റേ ദിവസം തൊട്ട് അമൃത വീട്ടിലെ വേലക്കാരിയാണ്. അർജുന്റെ ഒരു കാര്യത്തിൽ ഇടപെടില്ല. അർജുന് ഫുഡ് ഉണ്ടാക്കില്ല, ഒന്നും ചെയ്യില്ല. നിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് വാഷ് ചെയ്തിട്ട്. ഉമ്മർലാദേവി പറയും അമൃതേനോട് പോയി ഡ്രസ്സ് ഇലക്കിയിടാൻ. അമൃത റൂമിലേക്ക് വരുമ്പോ നമ്മുടെ അർജുൻ അതാ കല്യാണ ഫോട്ടോ നോക്കിയിരിക്കുക. അമൃത വിചാരിക്കും അയ്യോ ഇന്നലെ എന്നെ ചീത്ത പറഞ്ഞതിന്റെ വിഷമത്തിൽ നോക്കിയിരിക്കുന്നതാന്ന് പറയും. അർജുൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അമൃത ഒരു ദോശ എടുക്കും. കഴിക്കാനല്ലേ വന്നത്? സ്നേഹമുള്ള ഉമ്മർലാദേവി എന്ത് ചെയ്യും? ഒരു ദോശ എടുത്തിട്ട് അടുക്കളയിൽ പോയി അമൃതയുടെ കൂട്ടിരുന്ന് കഴിക്കും. അയ്യോ അമ്മ, അമ്മ അരുത്. അതിനുശേഷം ഉമ്മർലാദേവി പാത്രം കഴുകും. അയ്യോ ഞാനിത് എങ്ങനെ സഹിക്കും? എന്റെ പാത്രം കൂടി അമ്മ കഴുകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. പാത്രം കഴുകുമ്പിടാൻ പറ്റിയ വീതിയം. ഇതമ്മേ. അത് കഴിഞ്ഞ് അഞ്ജലി അമൃതയുടെ സൂക്ഷിക്കാൻ കൊടുത്ത നെസ്ക്ലേറ്റ് ഉമ്മർലാദേവി ചോദിക്കും. പെട്ടി ഓർന്ന് നോക്കുമ്പോ നെസ്ക്ലേറ്റ് ഇല്ല. അമൃത എനിക്കറിയാൻ പാടില്ല. നീ സത്യമാണ് പറഞ്ഞത്. അമ്മ സത്യമായിട്ടും. എന്റെ പൊന്നുമ്മർലാദേവി അമൃത കള്ളം പറയില്ലെന്ന് അറിഞ്ഞൂടെ? അഞ്ജലി ആ നെക്ലസ് ജ്വല്ലറി കൊണ്ടുപോയി പണയം വെച്ചു. അത് കഴിഞ്ഞ് മാല നോക്കിക്കൊണ്ടിരിക്കുമ്പോ വർഷ വന്നോണ്ട് പറയും അമ്മേ നുണയാ ഇവള് പറയുന്നേ. അഞ്ജലി നീ തീർന്നിടി തീർന്ന്. ഇതാ നെക്ലസ്. അത് ശരി. അപ്പൊ ട്വിസ്റ്റ് ഇതെങ്ങനാ മധുമതിയുടെ കയ്യിൽ വന്നത്? ഇതെങ്ങനെ ഇവിടെ വന്ന്? ജ്വല്ലറിക്കാരൻ കൊടുത്തയച്ചതാ. അയാളാ കോളിംഗ് ബെൽ അടിച്ചത്. അപ്പൊ പിന്നെ ട്വിസ്റ്റ്. ഇത് പോളിഷ് ചെയ്യാൻ കൊടുത്തു അയാൾ പറഞ്ഞത്. ഈശ്വര എന്താ ട്വിസ്റ്റ്? ട്വിസ്റ്റോടെ ട്വിസ്റ്റ്. ഇത്രയും ട്വിസ്റ്റ് ദൃശ്യം 2 വരെ ഉണ്ടായിരുന്നില്ല. ചോദിച്ചു സാറാ തന്നെ ഞാൻ പറഞ്ഞു. താങ്ക്സ്. അപ്പൊ എന്താ സംഭവം? ആദർശ് പൈസ കൊടുത്തിട്ട് ആ നെസ്ക്ലേറ്റ് അഞ്ജലിക്ക് എടുത്തു കൊടുത്തു. ഇത് ആദർശിന്റെ പുതിയ മുഖം. അവന് പഴയ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഇവന്റെ ബുദ്ധി കൊള്ളാലോ കള്ള കാമുക. 2 പ്ലേറ്റ് വെജിറ്റേറിയൻ ചിക്കൻ മസാല. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ വർഷ അഭിഷേകിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ച് മാറ്റിയിട്ട് മായാവതിയുടെ കൂടെ ഏതോ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകും. വന്നു അതല്ല അങ്ങോട്ട് നോക്ക്. അപ്പൊ താങ്കളുടെ ബാഗിൽ ഇരിക്കുന്നത് നമ്മുടെ അഞ്ജലി. രഹസ്യ കാമുകന്റെ കൂടെ സല്ലപിക്കുന്നത് വർഷയും മായാവതിയും കാണും.
വർഷ അത് ഫോട്ടോ എടുക്കും. ഹോട്ടൽ പാലസ്, കാമുകൻ. വർഷ ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങി. ഏട്ടന്മാർക്ക് ആരതി ഒഴിഞ്ഞ് രാഖി കെട്ടിക്കോളും. നമ്മുടെ ദേശായി കുടുംബത്തിലെ രക്ഷാബന്ധൻ ആഘോഷം. ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചൊരു ഗിഫ്റ്റ് കിട്ടും. എന്താലേ? അപ്പൊ നമ്മുടെ അർജുൻ മാലയാണ് കൊടുക്കുക, അഭിഷേക് ഒരു സാരിയാണ് കൊടുക്കുക. അപ്പൊ കള്ള അഞ്ജലി അഭിഷേകിനെ പുച്ഛിക്കും. ഈ സാരി ഒന്നും എനിക്ക് ഇഷ്ടമല്ല, സിസിലി അടുത്തേക്ക് കൊടുക്കാം. അർജുൻ അഞ്ജലി ചെയിൻ കൊടുത്തു, അഭിഷേകൻ എന്താ കൊടുക്കാതെ? അതെ കവി, അങ്ങനെ ചോദിക്കുക, എന്താ കൊടുക്കത്തെ? അർജുന് മാല വാങ്ങിക്കൊടുത്തത് ഞാനാണ്. അഭിഷേകിന് വേണമെങ്കിൽ മധുമതി വാങ്ങിക്കൊടുക്കട്ടെ. ഉമ്രു, അത് ശരി, നിങ്ങളും പാർഷ്യാലിറ്റിയാ. സാരിക്ക് പകരം സാരി കൊടുക്കാൻ പറ്റൂ? ഓഹോ, കള്ള അഞ്ജലി, നീ നിന്റെ ചേട്ടനെ അഭിമാനിക്കുന്ന. എന്റെ ഭർത്താവ് ദരിദ്രനാ, ആ സ്ഥാനമേ ഈ വീട്ടിലുള്ളൂ. അപ്പൊ വർഷയ്ക്ക് ദേഷ്യം വരും. അർജുനും അമൃതയ്ക്ക് മാത്രം മാന്യത, എനിക്ക് ഭർത്താവിന് അവഗണന. സത്യതാണെങ്കിലും അങ്ങനെ പറഞ്ഞു ഉമ്രുവിനെ ഇളകും. നിങ്ങൾ ഇത് അനുഭവിക്കണം. അനുഭവിക്കണം. എന്നോടും അമൃതയോടും നിങ്ങൾ കാണിക്കുന്നത് പാർഷ്വാലിറ്റിയാ. വർഷ ടെറർ, അത് സത്യം. എന്റെ മരുമകൾ എന്റെ മരുമകൾ, ഞാൻ ഇവിടുത്തെ മരുമകൾ തന്നെയാ. അങ്ങനെ വർഷമുള്ള സത്യമൊക്കെ ഇങ്ങോട്ട് വിളിച്ചു പറയും. ദാ, പിടി. അങ്ങനെ ദേശായി കുടുംബത്തിന്റെ അധികാര താക്കോൽ ഉമ്രലാദേവി വർഷയ്ക്ക് കൈമാറും. ഇനി വർഷയാണ് ദേശായി കുടുംബത്തിലെ ഗൃഹനാഥ. ഈ വീടിന്റെ ഗൃഹനാഥ. വർഷ വീലായി, അതിപ്പോ ലാഭായില്ല. ദേശായി കുടുംബത്തിന്റെ മഹാറാണിയായി ഞാൻ. എന്റെ പൊന്നു വർഷ, താക്കോല് കൈ കൊണ്ട് നടക്കാണ്ട് എവിടെയെങ്കിലും ഒന്ന് വെക്ക്. അരിയും മറ്റു സാധനങ്ങളൊക്കെ സ്റ്റോർ റൂമിലാണ്. വർഷം എന്ത് ചെയ്യും? താക്കോലും കൊണ്ട് ബ്യൂട്ടി പാർലറിൽ കറങ്ങാൻ പോകും. ഈ സമയം ദേശായി വീട്ടിൽ സ്റ്റോർ റൂമിന്റെ താക്കോൽ ഇല്ല, മോട്ടോർ ഹൗസിന്റെ താക്കോൽ ഇല്ല, വേറെ എന്തിന്റെയൊക്കെയോ താക്കോല് കാണാനില്ല. ഫുഡ് ഉണ്ടാക്കാൻ സാധനം ലാഗസി. വർഷക്കുഞ്ഞ് ഇവിടെ ഇല്ല, രാവിലെ പുറത്തേക്ക് പോകുന്ന കണ്ടു. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരും പട്ടിണി. നൂലിന്റെ തീർന്ന സാധനമാണോടെ മുടിയുമ്പോ കെട്ടി വെക്കണേ, മുടി ചുരുട്ടാൻ. ഇത്ര ദാരിദ്ര്യോടാ ചന്ദ്രമഴയുടെ പ്രൊഡ്യൂസറിന്. അങ്ങനെ പർച്ചേസിംഗും ഫുഡിങ്ങും സിനിമയ്ക്ക് പോക്കൊക്കെ കഴിഞ്ഞ് വർഷ വീട്ടിലെത്തും. ഇന്നിവളെ ആരും ഇവിടെ സഹായിക്കാൻ പാടില്ല, നമ്മളെ പട്ടിണി കിട്ടതിന്റെ ശിക്ഷ. ഇന്ന് ദേശായി കുടുംബത്തിലെ എല്ലാവരെയും പട്ടിണി കിട്ടേണ്ട ശിക്ഷയായിട്ട് രാത്രിയിലത്തെ ഫുഡ് വർഷ ഒറ്റയ്ക്ക് ഉണ്ടാക്കണമെന്ന് ഉമ്മർലാദേവി ശിക്ഷ വിധിക്കും. അപ്പൊ ഇതെന്താ അധികാരമാണ്? അധികാരം ഇപ്പോഴും ഉമ്മർലാദേവിയുടെ കയ്യില. ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ? എല്ലാവരും ഉടനെ എത്തും. ഫുഡ് കഴിക്കാൻ എല്ലാവരും വന്നെത്തും. ഫുഡ് ലേറ്റ്. അമ്മേ, എനിക്കൊന്ന് രണ്ട് മെയിൽ അയക്കാനുണ്ട്, ഞാൻ പോവാ. എനിക്കൊരു ഗ്ലാസ് പാല് മാത്രം മതി. അർജുമോൻ പറയും, എനിക്കൊരു ഗ്ലാസ് പാല് മതി അമ്മേ. നല്ല സ്വാദുണ്ടല്ലേ? എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് സൂപ്പർ എന്ന് പറയും. ഉമ്മർലാദേവി കഴിച്ചിട്ട് പറയും, മധുമതി നീ എന്തിനാ ഫുഡ് ഉണ്ടാക്കിയേ? എല്ലാം വർഷയാ ഉണ്ടാക്കിയത്. മുഖത്ത് നോക്കി നുണ പറയുന്നു മധുമതി. ഉമ്മർലാദേവി ബി ലൈക്ക്, മധു നീ എന്നോട് നുണ പറയാൻ തുടങ്ങിയോ? ഇത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ രുചി എനിക്കറിയാം. അത് പോയിന്റ്. ബാക്കി എല്ലാവരും മുണ്ണകൾ, അവർക്ക് ടേസ്റ്റ് ഒന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല. എങ്കിൽ ഇതിലെ ഏതെങ്കിലും ഇവളൊന്ന് ഉണ്ടാക്കി കാണിക്കട്ടെ. ജീവിത അവസാനം വരെ മൗനവ്രതം ഇരിക്കാം. എന്റെ പൊന്ന് വർഷം എങ്ങനെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യും. ഉമ്മർലാദേവിയുടെ വായടക്കുന്ന കേസല്ലേ, ആ ചപ്പാത്തി ഉണ്ടാക്കാൻ വലിയ പണിയില്ലല്ലോ, അത് ചെയ്തെനിക്ക്. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്താണ്. ഇമോഷണൽ ബ്ലാക്ക്മെയിൽ. കുഞ്ഞ് കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. അത് വേണ്ട. എന്തിനു കെയർ ചെയ്യും അമൃത കൊച്ചിന്? സിസിലി ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്കയുടെ ഡ്രൈവർ പോലെയാ. ഒരു പണി എടുക്കണ്ട, എല്ലാ പണിയും അമൃത കൊച്ചി ചെയ്തു. ഞാൻ കഷായം കൂടി ഇട്ടു കൊടുത്തിട്ട് മതി. കഷായ സ്പെഷ്യലിസ്റ്റ് അമൃത. ഗുരുവായൂരമ്പലത്തിൽ പോയി ഒന്ന് തൊഴണം. ഓ, അപ്പോ ഇതുവരെ പോയിട്ടില്ലേ? ഇല്ല. ഇത് നമ്മുടെ നന്ദനത്തിലെ ബാലാമണിയല്ലേ? അംഗവസ്ത്രം വാങ്ങിയിട്ടില്ല, നീ പോയി വാങ്ങിട്ട് വാ. അംഗവസ്ത്രം തിരിച്ചു വാങ്ങി വന്ന വഴിക്ക്. ക്ഷമിച്ചേക്കണേ കൃഷ്ണ. ആഹാ, എന്റെ പേരെങ്ങനെ മനസ്സിലായി? ആ, ഇത് ദേശായി കുടുംബത്തിലെ മരുമകളൊന്നും അല്ല, അവരൊക്കെ നല്ല മര്യാദയുള്ളവരാ. ഗസ്റ്റ് റോള് വരുന്നവരാണല്ലോ ഇപ്പൊ സ്റ്റോർ ചെയ്യുന്നത്. വേണ്ട, 2 വട മതി. കൃഷ്ണ ജയന്തി ആയതുകൊണ്ട് ഉപവാസം എടുക്കുന്ന വർഷ വിശന്നിട്ട് തട്ടുകട കയറി ദോശ കഴിക്കും. കാറി പോണ ഒരാള് വെൽഡിംഗ് ഷീൽഡ് ഇട്ടുണ്ട് നോക്കണ്. ഇത് നമ്മുടെ ഉമ്മർലാദേവി അല്ലേ? ഓ, ഉമ്മർലേക്ക് പോവാൻ കാറ് വർഷക്കില്ല. ഇതെന്ത് ഗൃഹഭരണം? നീ അങ്ങോട്ട് വാ, അവിടെ വെച്ച് തരാൻ നിനക്ക് ബാക്കി. അപ്പൊ പിന്നെ കാറി കയറ്റി ഇങ്ങോട്ട് കൊണ്ടുപോകൂടെ? ഇതിന്റെ ഇടയ്ക്ക് മധുമതി പൂവും കൊണ്ട് പോകുമ്പോ അയ്യോ എന്റെ അമ്മ എന്ന് പറഞ്ഞ് തലറിഞ്ഞു വീഴും. പഞ്ചസാര കലക്കി വെള്ളോ? കൊടുക്ക. അമൃത വേഗം ഒരു ഗ്ലാസ്സിൽ കുറച്ച് പഞ്ചസാര വെള്ളം കലക്കി കൊണ്ടേ കൊടുക്കും. ഇത് കുടിക്കാൻ പറ്റുമോ? മൃതമല്ലേ? ആ, ചാവാൻ പോകുമ്പോ വ്രതം എടുക്ക്. ഷുഗറിന്റെ ടാബ്ലറ്റ്സ് ഒക്കെ കൃത്യമായി കഴിക്കുന്നുണ്ടല്ലോ. ഡോക്ടർ വന്ന് പ്രഷർ നോക്കിയിട്ട് പറയും ഷുഗർ കുറഞ്ഞതാണ് കാരണം. എടാ, ഈ പ്രഷർ നോക്കിയിട്ട് ഇയാൾ ഇതെങ്ങനെ ഷുഗർ കണ്ടുപിടിച്ച്? അമൃത എന്തിനാ പഞ്ചസാര വെള്ളം കുടിക്കാൻ പോയത്? അമൃത പറ. വല്യമ്മ ഷുഗറിന്റെ മരുന്ന് കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ ഷുഗർ കുറഞ്ഞു പോകുന്നില്ല സാധ്യത. ഊർമിള മാഡം, നിങ്ങളുടെ മരുമകള്
എക്സ്ട്രാ ബ്രില്യന്റാ. അതെ, അത് ഭയങ്കര ബ്രില്യന്റാ. കഴിഞ്ഞ എപ്പിസോഡിൽ ഹാർഡ് ഡിസ്ക് കഴുകി 1 കോടി കളഞ്ഞ ആളാ നിക്കണേ. അപ്പൊ തന്നെ പഞ്ചസാര വെള്ളം കൊടുത്തതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ വർഷ വരും. വർഷ, ഞാൻ ദോശ കഴിച്ചില്ലല്ലോ. വർഷ ഛർദിക്കുന്നു. ഇവൾ അടുക്കളയിൽ നിന്ന് ഛർദിക്കായിരുന്നു. കൃഷ്ണ ഇത് അഭിഷേകിന്റെയാ, ഉപ്പുള്ളതല്ല, ചട്നിയുടെ. വർഷ വിലച്ചു, അതിപ്പോ ലാഭമായി. അതെ, ഛർദിച്ചു ഞാൻ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ കാര്യം കൊണ്ടൊന്നും അല്ല. ഫുഡ് പോയ്സൺ. മുരളയ്ക്ക് ഈ ലോകത്തിലെ എല്ലാവരുടെയും കാര്യം അറിയാം, അഞ്ജലി മോളുടെ കാര്യം ഒഴിച്ച്. പ്രിയ ഭർത്താക്കന്മാർ ഒന്ന് ചേർന്ന് നിൽക്കണം. അമൃത അർജുന്റെ അടുക്ക് വന്ന് നിൽക്കേ. അമൃത ലൈക്ക് ഞാൻ നിക്കില്ല, വേണമെങ്കിൽ അർജുൻ എന്റെ അടുത്ത് നിൽക്കട്ടെ. അമൃത വിളിക്കേ. അതിന് അമൃതയുടെ മൊബൈൽ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ വിളിക്കും? ആര് പറഞ്ഞാലും ഈ വിഷയത്തിൽ ഞാൻ അനുസരിക്കില്ല. അർജുൻ മോനെ ആരും പറയണത് കേട്ടില്ല. ആ ചേച്ചിയോടൊന്ന് കരച്ചിൽ നിർത്താൻ പറ. അങ്ങനെ വർഷ പൂജ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അമൃത അവിടെ പോയി നിന്നിട്ട് പാട്ട് പാടും. കൃഷ്ണ ഇത് നമ്മുടെ ബാലാമണിയല്ലേ? വർഷ ആരവിടെ കരയണേ? ഞാനിവിടെ ഒരു അധിക പറ്റാവുക. അതേമ്പോ നമ്മുടെ ഉമ്രു വിഷമം കവിനോട് പറയും. എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഭർത്താവ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ആക്ഷേപിച്ചില്ലേ? ഉച്ചടോ, ഇയാളെ എപ്പോഴും ആക്ഷേപിക്കുന്നത് ഈ ഉമ്രലയാ. അയാൾ ഒരു തവണ ആക്ഷേപിച്ചൊന്നും പറഞ്ഞിരുന്ന് കരയണ്. അതിൽ ആരുടെ ഭാഗത്താ തെറ്റ്? തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും ഉമ്മർലയുടെ ഭാഗത്തായിരിക്കും ശരി എന്നല്ലേ പറയാൻ വരുന്നത്. എനിക്ക് അറിയാത്. അതൊക്കെ മറക്ക്. അയാൾ നല്ല പ്രോഗ്രസീവ് മൈൻഡുള്ള മനുഷ്യനാട്ടാ. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന ആളാ. ടെറസിലേക്കുള്ള ഡോറ് പൂട്ടണം. ഒരു ദിവസം പൂട്ടിയില്ലെന്ന് വെച്ചിട്ട് എന്ത് സംഭവിക്കാന്? എന്റെ ഒരു സംശയം എന്ന് വെച്ചാ ഈ താക്കോലിട്ട് മാത്രം പൂട്ടേണ്ട, അതിന് കുറ്റിയൊന്നുമില്ല ഈ വാതിലിന്. ദേവന്റെ ഒരു കള്ളൻ. ദേശായി കുടുംബത്തിൽ കയറി കക്കാൻ മാത്രം ധൈര്യമുള്ള കള്ളനോ? മണ്ട ഉരുളി അടിച്ചു മാറ്റാണ്ട് റോൾഡ് ഗോൾഡ് മാലയുടെ കമനീയ ശേഖരം അടിച്ചു മാറ്റടാ. സൗണ്ട് കേട്ട് ഉറക്കത്തിന്ന് എനിക്ക് അമൃത. ബഹളം വെക്കുന്ന അപകടമാ, മയത്തിലിടപെടണം. ബുദ്ധിപരമായി നീങ്ങിയാൽ കള്ളനെ നമുക്ക് കീഴ്പ്പെടുത്താം. ഇവിടുത്തെ ആഭരണങ്ങൾ ഇരിക്കുന്നവരെയാ. ആഭരണങ്ങൾ ഒന്നാലും മാറില്ല, എല്ലാം ഉമ്മർലാദേവിയുടെ മേത്തുണ്ടാവും. ലൈറ്റ് ഇട്ടുണ്ട് കക്കാൻ പോണ കള്ളനെ നിങ്ങൾ കണ്ടണ്ടാ. അമൃത, യെസ്, ഈ ഫ്ലവർ വേസ് എടുത്തെറിയാം. എനിക്ക് മുട്ടിയെറിഞ്ഞ് പ്രാക്ടീസ് ഉണ്ടല്ല. മോനെ, ആ ചേട്ടൻ ജീവിച്ച് കാണിക്കുന്നു. അർജുൻ മോനെ മാറ്റിയിട്ടില്ല, അവനെ നമുക്ക് നായകനാക്കിയാലോ? ഇടിക്കാൻ പാടില്ലടാ. അഭിഷേക് എന്താ ബോക്സിംഗ് പഠിക്കണ? നീ അഞ്ജലിക്ക് കൊടുത്ത നെക്ലസ് മാത്രം കാണുന്നില്ല. സമയമാവട്ടെ, ഞാൻ തെളിയിച്ചു തരാം. ബൈ ദ ബൈ, ഉമ്മർലാദേവിക്ക് CBI ചേർന്നൂടെ? എല്ലാം തെളിയിക്കുന്നത് ഈ ഉമ്മർലാദേവിയാ. നീ എന്ത് ധൈര്യത്തിലാ കള്ളനടുത്തേക്ക് പോയത്? എറിഞ്ഞിട ഞാൻ പണ്ടേ പിടിക്കുക. നിന്നെ ഞാൻ കെട്ടറുത്ത് വിടാൻ പോവാ. ആരും കാണാതെ ഇവിടുന്ന് രക്ഷപ്പെട്ടോണം. പിന്നെ എക്സ്ക്ലേറ്റ് അടിച്ചു മാറ്റിയത് നമ്മുടെ അഞ്ജലി തന്നെയാണ്. പക്ഷെ അഞ്ജലിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അഞ്ജലി എന്ത് ചെയ്യും? കള്ളനെ മുറിച്ചു വിടും. അപ്പൊ കള്ളനെ എടുത്തോണ്ട് പോയി വിചാരിക്കുമല്ലോ. ആരാ കള്ളനെ പിടികൂടിയത്? മരുമകളാ. പോലീസ് വന്നിട്ട് ചോദിക്കും, ആരാ കള്ളനെ പിടിച്ചേ? മരുമകളെന്ന് പറയുമ്പോ അർജുൻ സാറിന്റെ ഭാര്യയാണോ അതോ അഭിഷേകിന്റെയോ? ആരുടെയാ പറ? എന്റെ. എടാ കള്ള, നീ ഇപ്പൊ ക്രെഡിറ്റ് എടുക്കാൻ വന്നല്ലടാ. അതെങ്ങനെ റൂമിൽ ചെന്ന് നോക്കുമ്പോ പോലീസ് നോക്കുമ്പോ കള്ളനില്ല. പോലീസ് അറിയും ഇവിടെ ആരോ സഹായി ഉണ്ട്, കയർ അറുത്ത് മുറിച്ചാണ് പോയത്, വാതിൽ തുറന്നിട്ടേക്കാണ്. ഒന്നില്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ആളാവാം, അല്ലെങ്കിൽ കള്ളന്റെ കൂടെ വന്ന ആളാവാം. ഇവളല്ലാതെ വേറെ ആരുമല്ല. എടാ മണ്ടൻ അർജുനെ, അവളല്ലേ കള്ളനെ പിടിച്ചേ, പിന്നെ അവളെങ്ങനെ എടുക്കും അത്? അമൃതനെ കുറ്റം പറയുമ്പോ അമൃതയ്ക്ക് കണ്ണകിയുടെ ബാധ കയറും. ബാല മോഷ്ടിച്ചത് ഇവളാ. അപ്പുറത്തെ അമ്പലത്തിൽ ഉത്സവം തോന്നുന്നു, ചെണ്ടകൊട്ടൊക്കെ കേൾക്കണ്ടല്ലോ. ഇനി ഒരു അക്ഷരം മിണ്ടരുത്. അർജുൻ പേടിച്ചിട്ടാ. ഇനി എന്തെങ്കിലും പറഞ്ഞോ നോക്കി നിൽക്കില്ല ഞാൻ. നോക്കി നിൽക്കരുത് ഗംഗ, സോറി അമൃതേ. കരഞ്ഞു കരഞ്ഞ് ഈ കൊച്ചിന് എന്തെങ്കിലും അസുഖം വരുമെന്ന് എന്റെ പേടി. കഥ കടച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞില്ലേ? മധു മതി. ആഹാ, അത് കൊള്ളാം. മധു മതി, മധു മതി.
ഇവള് ചെയ്ത തെറ്റ് നിങ്ങൾ ഏറ്റെടുക്കണ്ട. അതേപോലെ നമ്മുടെ ഉമ്മർലാദേവി ഇരുന്ന് വർഷേനെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, നീ വാതിലടച്ചിട്ടില്ല, നീ വാതിലടച്ചിട്ടില്ല എന്ന്. അപ്പൊ നമ്മുടെ ദേവേട്ടൻ പറയും, നിന്റെ മുറിയിൽ നിന്ന് നെക്ലേസ് കാണാതെ പോയത് നിന്റെ അശ്രദ്ധ. ദേവേട്ട സൂപ്പർ, വർഷ ചെയ്തത് തെറ്റാണെങ്കിൽ നീ ചെയ്തതും തെറ്റാ. അല്ലെങ്കിൽ ഉമ്മറിലേക്ക് 2 കൊടുക്കണമെങ്കിൽ ദേവേട്ടനെ കൊണ്ടേ പറ്റൂ. വലിയ നമ്മുടെ അർജുൻ മോൻ എന്നിട്ട് എന്താ പറയാനെ പറമോനെ, അമ്മയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത്. അമ്മയ്ക്കത് വേദനയാവും. ആണോ? വേദനിക്കോ? ഒച്ചടാ, ഏതിനെ കുറിച്ച് പറയാൻ നിനക്ക് എന്താ അവകാശമുള്ളത്? ദേവേട്ടൻ പിന്നെ സ്കോട്ട്. അർജുൻ കിട്ടിയോ ഇല്ല ചോദിച്ചോ വെച്ചിട്ടുണ്ട്. എന്ത് സ്നേഹ നിനക്ക് ഞങ്ങളോടുള്ളത്? അർജുൻ മോൻ പിണങ്ങും, അങ്ങനെയൊന്നും പറഞ്ഞൂടാ. ഊർമിളെ ക്ഷമിക്ക്. മുത്തശ്ശി എന്താ പറയണ്ടോ? വർഷ കഥ കടക്കാതിരുന്നത് തെറ്റാ. നിന്നെ പോലെ വിവരമൊന്നും അവക്കില്ലല്ലോ. വർഷ തള്ള കൂടെ നിന്നിട്ട് കോൺക്രീറ്റ് ഇടണ. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ അഞ്ജലി മാല കൊണ്ടുപോയിട്ട് തുളസിത്തറയിൽ കുഴിച്ചിടും. എന്തിനാന്ന് എനിക്കറിയില്ല. പൂജ ചെയ്യാൻ വേണ്ടിട്ട് അമൃത വരുമ്പോ മാല കിട്ടും. അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ആരാ നെക്ലസ് മോഷ്ടിച്ചത്? പക്ഷെ മാല കണ്ടുപിടിച്ച അമൃത തന്നെ പിന്നെയും കള്ളിയാവും. അമൃത ഇവ കണ്ടുപിടിച്ച് എനിക്ക് കുറ്റോടെ. പക്ഷെ നമ്മുടെ ഉമ്മർലാദേവിക്ക് കാര്യം മനസ്സിലാവും. ഉമ്മർലാദേവി അഞ്ജലിനെ റൂമിൽ കൊണ്ടുപോകും. പറയും, നീ എന്തിനാടി മാല എടുത്തത്? ഒറ്റടി. എന്തിനു നീ ഇത് മോഷ്ടിച്ചു? ഉമ്മറിനോടായിപ്പാ. വർഷാനെ ആണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചീത്ത പറഞ്ഞാനെ. അഞ്ജലിനെ റൂമിൽ കൊണ്ടുപോയിട്ട് രഹസ്യ വിചാരണ. അഞ്ജലി എങ്ങനെയാണ് മാല എടുത്തതെന്ന് ഉമ്മർല കണ്ടുപിടിച്ച് എങ്ങനെയാണെന്നറിയോ? അഞ്ജലിയുടെ വിരലിൽ ചെളി ഉണ്ടായിരുന്നു. ഉമ്മർലാനെ CBI എടുത്തേ പറ്റൂ. എന്നോട് ക്ഷമിക്കണോ അമ്മേ. അമൃതയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പോവാണോ? വീടിന്റെ ചുമതലക്കാരി പണിയെടുപ്പിക്കല്ല വേണ്ടത്, പണിയെടുക്കണം. ഉമ്മർലാദേവി നല്ല ഉടായിപ്പാട്ടാ. ഉമ്മർലാദേവി ഗൃഹനാഥി ആയിരുന്നപ്പോ അമൃതേനെ ഊറ്റി ജീവിച്ചു. വർഷേനെ ഗൃഹനാഥി ആയപ്പോ വർഷമെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. ഇത് ഡബിൾ സ്റ്റാൻഡ് അല്ലേ? അപ്പൊ നമ്മുടെ ദേശീയ കുടുംബത്തിൽ പുടവ കൊടുക്കൽ പരിപാടി നടക്കുകയാണ്. അതായത് വ്രതം എടുത്ത ഭാര്യയ്ക്ക് ബക്നാവ് പുടവ കൊടുക്കണം. അപ്പൊ വ്രതം അവസാനിപ്പിക്കും. മധുവിന് കിട്ടും, ഉമ്രുവിന് കിട്ടും, വർഷയ്ക്ക് കിട്ടും. അവന്റെ ചിരി നോക്ക്. ഞാൻ ആദ്യമായിട്ടാ വർഷയുടെ നാണം കാണുന്നത്. അഭിഷേക് ബിലക്, ഞാൻ വർഷയുടെ നാണം ഇപ്പോഴാ കാണുന്നേ. ശരിക്കും സാധാരണ അഭിഷേകിനാ നാണം. നമ്മുടെ പാവാമൃത കൊച്ചിനെ പൊട്ടവില്ല, ലഡുവില്ല. അർജുൻ വന്നില്ലല്ലോ. അർജുൻ ചിലപ്പോ കുറിച്ചത്ര യുദ്ധത്തിന് പോയേക്കായിരിക്കും. അവൻ അത്ര ബിസി അല്ലേ? തൽക്കാലം ആ വിഷയം നമുക്ക് മാറ്റിവെക്കാം. അല്ലെങ്കിൽ അർജുൻമാനെ കുറ്റം പറഞ്ഞ അപ്പൊ ഉമ്മർലാദേവി പറയും നമുക്ക് ഇത് ഇവിടെ വെച്ച് മറക്കാമെന്ന്. നമ്മുടെ അമൃത കൊച്ചി പറയും, പുടവ കിട്ടാണ്ട് ഞാൻ വ്രതം അവസാനിപ്പിക്കില്ല മോനെ. ഒന്നില്ലെങ്കിൽ ഈ വീട്ടിൽ എന്റെ ബക്നാവ് എനിക്ക് പുടവ തന്നെ, അല്ലെങ്കിൽ എന്നെ വേലക്കാരിയായിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ട് ഗൃഹനാഥൻ പുടവ തന്നെ. വന്ന് ആഹാരം കഴിക്കാൻ. ഞാൻ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞതല്ലേ. അമൃത നിരാഹാരം കിടന്നു കഴിഞ്ഞാൽ മുത്തശ്ശി നിരാഹാരം കിടക്കില്ലേ? സോറി മുത്തശ്ശി, ഓഫീസിൽ അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അർജുൻ വരും. അപ്പൊ മുത്തശ്ശിക്ക് എന്താ നീ വൈകിയ, നീ രാവിലെ പുടവ കൊടുക്കാൻ വരാന്ന് പറഞ്ഞാൽ മുത്തശ്ശി എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. രാത്രി 12 മണിക്കാണോ നിന്റെ മീറ്റിംഗ്? മുത്തശ്ശി പോടാ, ഞാൻ മണ്ടനല്ല നീ പറയണ നോണ വിശ്വസിക്കാൻ. സാരി ഒന്നും വാങ്ങാൻ സമയം കിട്ടിയില്ല എനിക്ക്. അതിന് മാർഗമുണ്ട്. മതി. അയ്യോ കൊടവില്ല, ഞാൻ കൊണ്ടുതരാം മോനെ. വെയിറ്റ്. അർജുൻ അമൃതയ്ക്ക് പുടവ കൊടുക്കുക. അങ്ങനെ എല്ലാരും അർജുനെ നിർബന്ധിച്ചാലും അർജുൻ പറയും ഇല്ല, ഞാൻ കൊടുക്കില്ല. മുത്തശ്ശി പട്ടിണി കിടന്ന് മരിച്ചാൽ എന്താ അർജുൻ പുടവ കൊടുക്കൂല? എനിക്കൊരു വിഷമമില്ല. പിന്നെന്തിനാ കരയുന്നേ? പിന്നെ ഈ വീട്ടിൽ ഞാൻ ആരാ? ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് പാടുന്ന ചേട്ടൻ കറക്റ്റ് ആൻസർ പറയുന്നുണ്ട്. ദേവേട്ടാ, ഈ സാരി അമൃതയ്ക്ക് കൊടുത്തു. ഉമ്മർലാദേവി തള്ള, ഞാൻ വേലക്കാരിയില്ലേ? അങ്ങനെ അമൃതേനെ വേലക്കാരിയായിട്ട് ആ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യും. ആ വിഷമത്തിൽ അമൃത പടം വരയ്ക്കും. തെരുവ് സ്ത്രീക്കും ഇതിനുള്ള കഴിവുണ്ട്. ആ ഗ്യാപ്പിൽ അർജുൻ വന്നിട്ട് അമൃതേനെ തെരുവ് പെണ്ണെ എന്ന് വിളിക്കും. അപ്പൊ അമൃതയിലെ നാഗവല്ലി ഉണരും. അമൃത കണ്ണകിയാവും. പോ അർജുൻ. ഉമ്മറ് ഇടപെട്ടതുകൊണ്ട് അർജുനെ ദുർഗാഷ്ടമിയിൽ വെട്ടിക്കൊന്നില്ല. മരുന്ന് കഴിക്കാൻ സമയം. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ വല്യച്ഛന് പനിയായിട്ട് അമൃത ഹോസ്പിറ്റലിൽ പോയി നിൽക്കും. വാസുദേവൻ ഇത് അടച്ചിട്ട് വന്നോളൂ. അപ്പൊ അവിടുത്തെ സിസ്റ്റർ ബില്ലോണെന്ന് തരും. അല്ല, ഇത് തെറ്റാ. അപ്പൊ അമൃത പറയും, ഈ ബില്ലിൽ തെറ്റുണ്ടല്ലോ, ഇത് കണക്ക് തെറ്റാണല്ലോ. എന്നാൽ അക്കൗണ്ട് സെക്ഷനിൽ പറഞ്ഞാൽ മതി. സിസ്റ്റർ കണക്ക് തെറ്റ, എനിക്ക് കണക്ക് കൂട്ടാൻ അറിയില്ല പെങ്ങളെ, അക്കൗണ്ട്സ് ചോദിക്കി. നീ ഇത്ര വേഗം കൂട്ടി നോക്കിയോ? വല്യച്ഛൻ ബിയിലേക്ക് ഇവക്ക് കണക്ക് കൂട്ടാനൊക്കെ അറിയാം, ഇതൊക്കെ അപ്പ പഠിച്ച്. നമ്മളാരാ എന്നെ കണക്കൊടുപ്പിക്കാൻ വന്നതാണോ? അക്കൗണ്ടിലെ ചേട്ടൻ ടെററാണല്ലോ. ബില്ല് അടച്ചിട്ട് പോവാൻ നോക്കൂ. ഹോസ്പിറ്റലിലെ അക്കൗണ്ട്സിൽ നിൽക്കണവരെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വഴിക്ക് അടിയാ. ഇങ്ങനെയാണോ പബ്ലിക്കിനോട് ഇടപെടുന്നേ?
അങ്ങനെ ചോദിക്കും ഉമ്മർലാദേവി. ഞാൻ അമൃതയുടെ മനസ്സിലൂടെ ഒന്ന് സഞ്ചരിച്ചു. അവൾ അറിയാതെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അമൃതേനെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കും. അവളുടെ ബ്രെയിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത് വിധേയത്വത്തെ ബന്ധപ്പെടുത്തിയാണ്. തൂണിങ്ങാ കണ്ണകിയുടെ മറ്റൊരു ഭാവം കൂടിയായ രൗദ്രമാണ്. ഈശ്വര, ഈ കഥ എങ്ങോട്ടേ പോണേ? ചില നേരങ്ങളിൽ അവർ അതായി മാറും. മണിച്ചിത്രത്താഴ്, നാഗവല്ലി. കണ്ണകിയുടെ കഥയുടെ മറവിലാണ് അമൃത ചിലപ്പോഴൊക്കെ സഞ്ചരിക്കുന്നത്. അപ്പൊ ഇയാളാ ഡോക്ടർ സണ്ണി. അർജുൻ അവളെ സ്വീകരിക്കുന്നതോടെ ഈ അവസ്ഥ ഇല്ലാതാവും. നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ച പോലെ ദേശായി കുടുംബത്തിലെ ആ മനോരോഗി ഉമ്മർലാദേവി അല്ല, അത് അമൃതയായിരുന്നു. അമൃത ഐശ്വര്യയൊക്കെ ഉപയോഗിക്കുന്നത് ഇതാ. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ വർഷയ്ക്ക് അഞ്ജലി എക്സ്പയർഡ് ആയിട്ടുള്ള ഒരു ക്രീം കൊടുത്തു. ഇതിന്റെ പകുതിയും എടുത്ത് ഒറ്റ പ്രാവശ്യം മുഖത്ത് പുരട്ടണം. വർഷ ഇതിങ്ങോട്ട് വാരി പൊത്തും. എന്താ വർഷം മൈമിന് പോണ്ട? അയ്യോ അയ്യോ ചെയ്യുമ്പോ പകച്ചില്. അയ്യോ ചെറിയണ്ടല്ല. അയ്യോ നീർന്നേ പോകിന്നേ. മോള് വാ വാ. ഈ വർഷയുടെ ഒരു തമാശ. ആ അമൃതേ, ആ ഫോണൊന്ന് എടുക്കും. കുറച്ച് കഴിയുമ്പോ ഒരു ഫോൺ ബെല്ലടിക്കും. അപ്പൊ ഉമ്മർലാദേവി പറയും, അമൃതേ ഫോൺ എടുത്തേടാ കുട്ടാ. എപ്പോഴാ? അപ്പൊ ദിനേശ് എന്ന് പറഞ്ഞ ആരോ വിളിച്ചു പറയും, ഞങ്ങൾ വരുന്നില്ല, ഞങ്ങളുടെ ആരോ ആശുപത്രിയിലാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരണം. ഇന്ന് വരാൻ കഴിയില്ല. ഇത് നമ്മുടെ അഞ്ജലി പ്ലാൻ ചെയ്ത് വിളിപ്പിക്കുന്നതാണ്. ഇതും അമൃതയുടെ തലയിൽ തന്നെ വരും. നോക്കിക്കോ നിങ്ങൾ. ഇത് നിന്റെ പ്ലാൻ ആണെന്ന് എനിക്കറിയാം. വർഷയ്ക്ക് കാര്യം മനസ്സിലാവും. വർഷ ഇത് പൊളിക്കണം. ഇളമേ, അവരോടൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് പോകുന്നതല്ലേ നല്ലത്. വർഷയ്ക്ക് ബുദ്ധിയുണ്ട്. ഇപ്പൊ വിളിച്ചു പറഞ്ഞത് അവരായിരിക്കണമെന്നുണ്ടോ? ഉമ്രുബി ലൈക്ക്, ഇതെന്താ ഞാൻ ആലോചിക്കാൻ. എന്നാലും വർഷ പറഞ്ഞതല്ലേ, ഞാനത് അംഗീകരിക്കില്ല. ഇറങ്ങാം. അങ്ങനെ എല്ലാരും കൂടി ദിനേശിന്റെ അമ്മേനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറഞ്ഞങ്ങടെ ഇറങ്ങും. വർഷാഭിലേക്ക്, ഇതെനിക്ക് ലേറ്റ് ആക്കണം, ഇതിനെവള് പോയി കഴിഞ്ഞ് ഇവളുടെ കല്യാണം മുടങ്ങും, അത് ശരിയാവില്ല, എങ്ങനെയെങ്കിലും ഞാനത് നടത്തുന്നു പറഞ്ഞ് വർഷാഭിനയം തുടങ്ങും. അയ്യോ 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 എന്ന് പറഞ്ഞ് വർഷ ലേറ്റ് ആക്കും. എനിക്കൊരു സ്റ്റൂഡിയോ ഉണ്ടാക്കി തടി. അങ്ങനെ വർഷ വയറുവേദന അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ സോമനാഥനും വീട്ടുകാരും കാറിൽ വരും. അപ്പൊ ദേവേട്ടൻ ചോദിക്കും, അല്ല അസുഖമൊക്കെ മാറിയ? സുഖമില്ലെന്നോ മറ്റോ? ഇവക്കോ ഇന്ന് വരെ ഒരു രോഗവും വരാത്തതിലുള്ള അസൂയ എനിക്ക്. അപ്പൊ അയാള്, അസുഖ ഇവക്കൊരു പനി പോലും വരാറില്ല. ഓ ക്ഷീണം തോന്നി, ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ദിനേശിന്റെ അമ്മ, ഞാൻ ക്ഷീണിച്ചല്ലേ, ഡയറ്റാ. മോനെ, ഇതാണ് അഞ്ജലി. ഹായ്. ഇതാണോ? ഹായ്, ഹലോ. ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ ആരെന്ന് ചോദിച്ചാ എന്റെ ശ്രീമതി ഉടനെ പറയും അർജുന്റെ വൈഫാണ്. അർജുമോന് പോലെ ഇത്ര ഇഷ്ടം ഉണ്ടാവില്ല അമൃതേനെ. എനിക്ക് മധുരം വേണ്ട, ഷുഗർ അധികം. അപ്പൊ നമ്മുടെ ദിനേശിന്റെ അമ്മ പറയും, എനിക്ക് ഷുഗർ ഇല്ലാത്ത ചായ മതിട്ടാ. അപ്പൊ അഞ്ജലി അറിയാം, ഷുഗർ ഇല്ലാത്ത ചായ കൊണ്ടുവന്നേരാട്ടാന്ന് പറഞ്ഞിട്ട് ചായയിൽ കുറെ പഞ്ചസാര ഇടും. വർഷം വന്നത് നൈസായിട്ട് മാറ്റിയിട്ട് ദിനേശിന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കും. ദിനേശിന്റെ നോട്ടം നോക്ക്, റൊമാൻസ് തന്നെ, കള്ള കാമുകൻ. അവന്റെ ചിരി നോക്ക്. എന്താ ചേച്ചി അഞ്ജലിനെ നോക്കിട്ട് ഇത്ര ചിരി? ഓ അതിമധുരം. എന്റെ പൊന്നമ്മച്ചി, അങ്ങനെയൊന്നും തമാശ പറയില്ലേ. പഞ്ചസാര ഇടാൻ പാടില്ലെന്ന് നിന്നോട് പറഞ്ഞതല്ലായിരുന്നു അഞ്ജലി? അവരിപ്പൊ തന്നെ അടിയിട്ട് ചാവും. പഞ്ചസാര ഇടാതെ തന്നെ ചായ അതിമധുരം എന്നാ. അഞ്ജലിയോട് എന്തോ സംസാരിക്കണമെന്ന്. എന്താണ് അവ സംസാരിക്കാനുള്ളത്? വേഗം പറ. നാണക്കാരി അഞ്ജലി ചായ കൊടുക്കാണ്ട് ഓടിയാണ്. എന്താണ് പറയാനുള്ളത്? കേക്കട്ടെ. അമ്മ പറഞ്ഞു, യു ആർ വെരി സൈലന്റ്. അത് ശരിയാ, വളരെ ശരിയാ. തെറ്റിദ്ധരിക്കില്ല എന്റെ പൊന്നുമോനെ. ശരിക്കും സ്വഭാവം നിനക്കറിയില്ല. ഞാൻ വിവാഹം ചെയ്യുന്ന കുട്ടിക്ക് ഫുൾ ഫ്രീഡം ഉണ്ടായിരിക്കും. എടാ, ഫ്രീഡം കൊടുക്കാൻ നീ ആരടാ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാ. 100 വട്ടമെങ്കിലും പറഞ്ഞിട്ടുണ്ട് ദിനേശിനെ കിട്ടുള്ളൂന്ന്. അപ്പൊ വർഷം എന്ന് പറയുമ്പോ അഞ്ജലിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം മോനെ. അഞ്ജലി സംസാരിച്ച് ദിനേശിന്റെ സ്വസ്ഥത കെടുത്തു. അതെനിക്കിഷ്ടാ. അയ്യോ, എനിക്ക് വയ്യ. കല്യാണം കഴിഞ്ഞിട്ട് ഇത് തന്നെ പറയണേ ദിനേശേ. ഞങ്ങളുടെ കമ്പനിയുടെ 25th ആനിവേഴ്സറിയാ. മിസ്റ്റർ അർജുൻ ആയിരിക്കും ചീഫ് ഗസ്റ്റ്. ഓ, പക്ഷേ അർജുൻ അല്ല അവിടുത്തെ പ്രധാന താരം. ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞ് അമൃത ആയിരിക്കും അന്നത്തെ പ്രധാന താരം. അമൃത, ഞാന് അർജുൻ പിന്നെ എന്തിനാണോ താൻ എന്നെ ചീഫ് ഗസ്റ്റ് എന്ന് വിളിച്ചേ? അദ്ദേഹം വിളിച്ചാ വരും. അപ്പൊ അമൃത പറയും, ഞാൻ അർജുൻ വിളിച്ചാ വരാം. എന്താ വിളിക്കില്ലേ? അർജുൻ മിണ്ടൂല. എനിക്ക് ഈ എക്സ്പ്രഷൻ അറിയോ? വിളിക്കാം. വിളിക്കാന്ന്. എന്റെ പൊന്നമൃത, നീ അധികം എക്സ്പ്രഷൻ ഇടണ്ട. അവളുടെ കല്യാണം നടക്കാൻ വേണ്ടിട്ട് അവ വെറുതെ വേണ്ടതാ. എന്തിനീ കൺഗ്രാചുലേഷൻ? ആ പറയൂ. ആ അർജുൻ അവിടെ ഉണ്ട്. ഹലോ. അതിന്റെ നെക്സ്റ്റ് ഡേ അർജുന് കോളോട് കോൾ. ചാനലിൽ നിന്നുള്ള കോൾസാ.
വിഷയം അവാർഡാ. അർജുൻ എന്തോ അവാർഡ് കിട്ടുന്നുണ്ട്, ബിസിനസ് എക്സലൻസ് അവാർഡാന്ന് പറഞ്ഞ ചക്കൻ സന്തോഷിച്ചിരിക്കുക. പക്ഷെ അവാർഡ് അമൃതയ്ക്ക. എന്തായാലും അവാർഡ് ഉണ്ടെന്ന് ഉറപ്പാണല്ലോ. സ്വപ്നം കണ്ടിരുന്ന അർജുന നിനക്ക് കിട്ടാൻ പോണില്ല. നമസ്കാരം. നമസ്തേ. അപ്പൊ നമ്മുടെ മോദിജിയുടെ അനിയൻ വരും. കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് എന്തിനാ കൺഗ്രാറ്റ്സ്? ലളിതകലാ അക്കാദമിയുടെ എം വി ദേവൻ പുരസ്കാരം സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞില്ലേ അമൃതയ്ക്ക് അവാർഡ്. അമൃത അർജുൻ ദേശായിയുടെ മൗനം എന്ന ചിത്രത്തിനാണ് ഈ വർഷത്തെ പുരസ്കാരം. ഇത്ര പെട്ടെന്ന് കിട്ടിയ ഞാനിത് പ്രതീക്ഷിച്ചില്ല. ചേട്ടനല്ല, അമ്മേ ഒന്ന് വന്നേ. ഈശ്വര, ഇനി ഉമ്മല്ലാദേവിയുടെ ഫോട്ടോയ്ക്ക് അവാർഡ് കൊടുത്തത് ഇഷ്ടപ്പെടാനായിട്ടാണ് വിളിച്ചോണ്ട് പോണേ. എന്റെ അമ്മേ എനിക്ക് മനസ്സിലാവുന്നില്ല. ക്രിഞ്ചടിപ്പിക്കാണ്ട് പോയി അവാർഡ് വാങ്ങി. നിന്റെ ദിവസമാണെന്ന് നീ അത് ശരിക്കും ഉപയോഗിക്കണം. ഉമ്മല്ലാദേവി പറഞ്ഞു കൊടുക്കും, ഇന്ന് നിന്റെ ദിവസമാണ്, ഇന്റർവ്യൂ എടുക്കാൻ വരുന്നവരൊക്കെ അർജുന്റെ ഫ്രണ്ട്സ് ആണ്, നീ ഈ അവസരം യൂസ് ചെയ്യണം. അമൃതയുടെ ചിത്രത്തിന് ജീവിതത്തിന്റെ ഗന്ധമുണ്ട്. വർമ്മ സാർ പറ. ഭാവിയുടെ വാഗ്ദാനമാകുമെന്നതിൽ ഇയാള് തള്ളി മറക്കാണല്ലോ. ഒരു ദുഃഖത്തിന്റെ നിഴൽ ദർശിക്കാൻ കഴിയുന്നുണ്ട്. എടേ, ഒരു മയക്ക് 3 ക്യാമറ. ലോക പ്രശസ്തങ്ങളായ ചിത്രങ്ങൾ അവൾ വരയ്ക്കണം. അതേ നമ്മുടെ ഉമ്മല്ലാദേവി ഇരുന്ന് തള്ളും. അവളിലൂടെ വേണം എന്നെ അറിയാൻ. ഇറ്റ്സ് ഓക്കെ മാഡം, ഇത്ര മതി. മതി മതി, കരഞ്ഞത് മതി, എത്തിപ്പോ. മുത്തശ്ശി ഇപ്പൊ എന്റെ ഇന്റർവ്യൂ എടുക്കും. എടുത്തില്ല. അർജുൻ, താനൊരു കള്ളനാ. ഓ എഡിസാ, നീ മനസ്സിലാക്കി കളഞ്ഞല്ല. കള്ളനാണവൻ, പെരുങ്കള്ളൻ. വൈഫിനെ വിളിക്ക്. മുത്തശ്ശിയും ഉമ്മർലാദേവിയും മധുമതിയും ദേവേട്ടൻ വരെ പറഞ്ഞിട്ട് കേൾക്കാത്തത് ആ എഡിസൺ പറഞ്ഞപ്പോ അവൻ കേട്ടെന്ന്. അമൃത, യോ എന്താ സ്നേഹം. കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. സംസാരിക്കേ. ഞാൻ എന്റെ മുഖം പൊത്തണം സംസാരിക്കാൻ. അർജുനിലേക്ക് അമൃതേ സവത്തി കുത്തരുത്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അമൃതയായിട്ടിരിക്കെ, ഞാൻ ചോദ്യകർത്താവും. അമൃത പറയും, നമുക്ക് കുറച്ചു നേരം ക്യാരക്ടർ എക്സ്ചേഞ്ച് ചെയ്ത് കളിക്കാം. ഇത് നമ്മുടെ ആര്യരുടെ. ആരാ അമൃതയെ ചിത്രരചനയിൽ പ്രോത്സാഹിപ്പിക്കുന്നത്? എന്റെ ഭർത്താവ്. ഓഹോ, എടാ കള്ളാ. നട, നട, നട. എന്റെ ഭർത്താവാണ് ചിത്രം വരയ്ക്കാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി തന്നത്. പിന്നെ നട. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു. കല്ല് വെച്ച് നട. ഇനി അമൃതയുടെ എല്ലാ ഡിമാൻഡും ആക്സെപ്റ്റ് ആക്കിയിട്ട് അർജുൻ മോൻ അമൃതയ്ക്ക് ഇന്റർവ്യൂവിന് വരും. ശ്ശോ, ഞാൻ തൊട്ടു. ഉഫ്, എനിക്ക് നാണാവുക. തന്താനെ 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 നാനെ തനാനെ നാ. ലവന് നാണം. അടി ചിരി നോക്ക്. എന്റെ അമ്മയുടെ സ്നേഹം. ഉമ്രാദേവി കരയിലെ മോളെ മേക്കപ്പ് പോവും. ഈ വീട്ടിൽ എനിക്കൊരു തരത്തിലുള്ള ദുരനുഭവം ഉണ്ടായിട്ടില്ല. ദേവേട്ടൻ ഇതൊക്കെ എപ്പ? ഇനി ഒരു ജന്മമുണ്ടായാൽ അന്നും അമൃത എന്റെ ഭാര്യ ആയിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതെ അതെ, correct ആണ്. എന്റെ സങ്കല്പങ്ങൾക്കും എത്രയോ അപ്പുറത്താണ് ഇവൾ. ദൈവമേ, ഞാൻ എന്തൊക്കെ കേൾക്കണം. കണ്ണിലെ കൃഷ്ണമണി പോലെയാ എന്നെ എന്റെ ഭർത്താവ് സൂക്ഷിക്കുന്നത്. എന്താ പറഞ്ഞേ? ദേ, ഞാൻ പിന്നെ തൊട്ടു. മേഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയാമല്ലേ? തീർച്ചയായും. അതെ അതെ, മിൽക്ക് മെയ്ഡ് ആണ് അവൻ. സ്നേഹിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയില്ലാന്ന് തെളിയിച്ചത് എന്റെ ഭർത്താവ്. വക്കിനാ ഒരു എളുപ്പില്ലാണ്ട് ഇരിക്കണോക്ക്. നിങ്ങൾ രണ്ടുപേരും ഇണപിരിയാത്ത ദമ്പതികളാണ്. അതെ. അമൃതവിലെ ഈശ്വര, ഇന്റർവ്യൂ എന്തുണ്ടാവണേ? എന്നാ ഈ സ്നേഹം എന്നോട് എന്തുണ്ടാവില്ല. ഈ വീട്ടിൽ എല്ലാവരും എനിക്ക് സ്നേഹം മാത്രമേ നൽകുന്നുള്ളൂ. സിസ്ലി എടുത്തി മുത്തശ്ശി വീട്. ചേടാ, ഇവർ ഈ വീടിനെ പറ്റി തന്നെയാണ് ഈ പറഞ്ഞേ. അത് വേറെ വല്ല വീടാ? നമ്മൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലേ? ഒന്ന് മാറിയേ, ഒന്ന് മാറണ്ട ചേട്ടാ. അമൃത കളി തുടങ്ങി. അർജുൻ 3G ഇന്റർവ്യൂ ചാനൽ 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 MD ഗാദാജാം എന്ന് പറഞ്ഞ് ലാലേട്ടൻ കളിച്ചതുപോലെ അമൃതയുടെ കളികൾ ഇനി അർജുൻ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് അറിയിക്കൂ. എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാൻ വരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.